ദിണ്ടിഗലിലെ ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകനായ ഗാന്ധിയൻ ജി രാമചന്ദ്രൻ. തമിഴ്നാട്ടിലെ ദിണ്ടിഗലിലുള്ള ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ പ്രമുഖ ഗാന്ധിയൻ ജി രാമചന്ദ്രനായിരുന്നു. ഗാന്ധിയൻ ആശയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസം ലക്ഷ്യമിട്ടാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. ഡിവൈൻ കോമഡി രചിച്ചത് ഡാൻറെ. ഇറ്റാലിയൻ കവിയായിരുന്ന ഡാൻറെ അലിഗിയേരിയുടെ പ്രശസ്തമായ കൃതിയാണ് ഡിവൈൻ കോമഡി. ലോകസാഹിത്യത്തിലെ ക്ലാസിക് കൃതികളിൽ ഒന്നാണിത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡ്. ഒഡീഷയിലെ മഹാനദിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഹിരാക്കുഡ് അണക്കെട്ട് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ്. ഇത് വൈദ്യുതി ഉൽപ്പാദനത്തിനും ജലസേചനത്തിനും സഹായിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ രൂപവൽകൃതമായതായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1939. 1939-ലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഔദ്യോഗികമായി രൂപീകൃതമായതായി പ്രഖ്യാപിക്കപ്പെട്ടത്. ഇത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവായി. ഈഫൽ ഗോപുരം നിർമ്മിച്ച വർഷം 1789. പാരീസിലെ പ്രശസ്തമായ ഈഫൽ ഗോപുരം നിർമ്മിച്ചത് 1789-ൽ നടന്ന ലോക പ്രദർശനത്തിനായാണ്. ഇത് ഫ്രാൻസിന്റെ സാംസ്കാരിക പ്രതീകങ്ങളിലൊന്നാണ്. 21-ാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ട ആദ്യ രാജ്യം ഈസ്റ്റ് തിമോർ. 2002-ൽ ഇന്തോനേഷ്യയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ഈസ്റ്റ് തിമോർ, തിമോർ ലെസ്റ്റ്, 21-ാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ട ആദ്യത്തെ രാജ്യമാണ്. തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഒരു ദ്വീപ് രാജ്യമാണിത്. ഇന്ത്യയിലെ ഏത് സർവകലാശാലയാണ് ആദ്യമായി സ്വന്തം റേഡിയോ സ്റ്റേഷൻ സ്ഥാപിച്ചത്? ഗുജറാത്തിലെ സർദാർ പട്ടേൽ യൂണിവേഴ്സിറ്റി. ഗുജറാത്തിലെ സർദാർ പട്ടേൽ യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യയിൽ ആദ്യമായി സ്വന്തം റേഡിയോ സ്റ്റേഷൻ സ്ഥാപിച്ചത്. ഇത് പ്രാദേശിക സമൂഹത്തിന് വിദ്യാഭ്യാസപരമായ വിവരങ്ങൾ നൽകുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. ഇന്ത്യയിലെ ഉരുക്ക് നഗരം എന്ന് അറിയപ്പെടുന്നത് ജംഷഡ്പൂർ. ജാർഖണ്ഡിലെ ജംഷഡ്പൂർ ഇന്ത്യയിലെ ഉരുക്ക് നഗരം എന്ന് അറിയപ്പെടുന്നു. ടാറ്റ സ്റ്റീൽ പോലുള്ള വലിയ വ്യവസായങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഡീസൽ എഞ്ചിനിൽ ഇഗ്നിഷൻ സംഭവിക്കുന്നത് എന്തിന്റെ ഫലമായാണ്? കംപ്രഷൻ. ഡീസൽ എഞ്ചിനുകളിൽ വായുവിനെ വളരെ ഉയർന്ന മർദ്ദത്തിൽ കംപ്രസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന താപമാണ് ഇന്ധനം സ്വയം കത്താൻ ഇഗ്നിഷൻ കാരണമാകുന്നത്. സ്പാർക്ക് പ്ലഗുകൾക്ക് പകരം ഈ രീതിയാണ് ഡീസൽ എഞ്ചിനുകളിൽ ഉപയോഗിക്കുന്നത്. ഡീഗോ ഗാർഷ്യ ദ്വീപ് ഏത് സമുദ്രത്തിൽ? ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണ് ഡീഗോ ഗാർഷ്യ. ഇത് അമേരിക്കൻ ഐക്യനാടുകളുടെ ഒരു സൈനിക താവളമായി പ്രവർത്തിക്കുന്നു. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്പീക്കർ സി.എച്ച്. മുഹമ്മദ് കോയ. സി.എച്ച്. മുഹമ്മദ് കോയ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നിയമസഭാ സ്പീക്കറായിരുന്നു. അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ജീവൻ മശായി എന്ന കഥാപാത്രം ആരുടെ സൃഷ്ടിയാണ്? താരാശങ്കർ ബാനർജി. പ്രമുഖ ബംഗാളി സാഹിത്യകാരനായ താരാശങ്കർ ബാനർജിയുടെ നോവലുകളിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ജീവൻ മശായി. അദ്ദേഹത്തിന്റെ ആരോഗ്യനികേതൻ എന്ന കൃതിയിൽ ഈ കഥാപാത്രം കാണാം. ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റിലെ എല്ലാ അംഗങ്ങളും. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റിലെ ലോക്സഭയിലെയും രാജ്യസഭയിലെയും എല്ലാ അംഗങ്ങളും ഉൾപ്പെട്ട ഇലക്ടറൽ കോളേജാണ്. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾക്കും വോട്ടവകാശമുണ്ട്. വാട്ടർഗേറ്റ് വിവാദത്തെ തുടർന്ന് രാജിവെച്ച അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ. 1974-ൽ വാട്ടർഗേറ്റ് വിവാദത്തെ തുടർന്ന് രാജിവെച്ച അമേരിക്കൻ പ്രസിഡന്റാണ് റിച്ചാർഡ് നിക്സൺ. അമേരിക്കൻ ചരിത്രത്തിലെ ഒരു സുപ്രധാന രാഷ്ട്രീയ സംഭവമായിരുന്നു ഇത്. ജീവിച്ചിരിക്കുമ്പോൾ പരമവീരചക്രം ലഭിച്ച ഏക സൈനികൻ സുബേദാർ മേജർ ബാന സിംഗ്. സുബേദാർ മേജർ ബാന സിംഗ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇന്ത്യയുടെ പരമോന്നത സൈനിക ബഹുമതിയായ പരമവീരചക്രം നേടിയ ഏക സൈനികനാണ്. സിയാച്ചിൻ യുദ്ധത്തിൽ അദ്ദേഹം ധീരമായ പോരാട്ടം നടത്തി. ഫുട്ബോൾ സംഘടനയായ ഫിഫയുടെ ആസ്ഥാനം സൂറിച്ച് ഏതു രാജ്യത്താണ്? സ്വിറ്റ്സർലൻഡ്.
അന്താരാഷ്ട്ര ഫുട്ബോൾ അസോസിയേഷൻ ഫെഡറേഷന്റെ ഫിഫ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചിലാണ്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ കായിക സംഘടനകളിലൊന്നാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ഇടുക്കി ജില്ലയിലെ പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമുടി കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. ഇത് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കൂടിയാണ്. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭാഷ തെലുങ്ക്. തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന രണ്ടാമത്തെ ഭാഷ തെലുങ്കാണ്. തെലുങ്ക് സംസാരിക്കുന്ന നിരവധി ആളുകൾ തമിഴ്നാട്ടിൽ താമസിക്കുന്നുണ്ട്. മൈക്കലാഞ്ചലോ ആരായിരുന്നു? ഇറ്റാലിയൻ ശില്പി. പ്രസിദ്ധനായ ഇറ്റാലിയൻ നവോത്ഥാന ശില്പിയും ചിത്രകാരനുമാണ് മൈക്കലാഞ്ചലോ. ഡേവിഡ്, പിയേറ്റ തുടങ്ങിയ ശില്പങ്ങളും സിസ്റ്റിൻ ചാപ്പലിലെ ചിത്രങ്ങളും അദ്ദേഹത്തിന്റെ വിസ്മയകരമായ കലാസൃഷ്ടികളിൽപ്പെടുന്നു. മൈക്ക ഖനനത്തിന് പ്രസിദ്ധമായ കൊടർമക്കനികൾ ഏത് സംസ്ഥാനത്താണ്? ജാർഖണ്ഡ്. ജാർഖണ്ഡ് സംസ്ഥാനത്താണ് കൊഡർമ ജില്ല സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ മൈക്കയുടെ പ്രധാന ഉത്പാദന കേന്ദ്രങ്ങളിലൊന്നാണ് ഈ പ്രദേശം. ഇന്ത്യൻ വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ധന്വന്തരി. പുരാതന ഇന്ത്യൻ വൈദ്യശാസ്ത്രത്തിലെ ആചാര്യന്മാരിൽ പ്രമുഖനാണ് ധന്വന്തരി. ആയുർവേദത്തിന്റെ ദേവനായും ഇദ്ദേഹം കണക്കാക്കപ്പെടുന്നു. ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ച വർഷം 1917. 1917 ഗുജറാത്തിലെ അഹമ്മദാബാദിനടുത്ത് സബർമതി നദിയുടെ തീരത്താണ് ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു ഈ ആശ്രമം. കാഴ്ച നഷ്ടമായ ശേഷം മഹാകാവ്യമെഴുതിയ ഇംഗ്ലീഷ് കവിയാര്? ജോൺ മിൽട്ടൺ. പ്രസിദ്ധ ഇംഗ്ലീഷ് കവിയായ ജോൺ മിൽട്ടൺ കാഴ്ച നഷ്ടപ്പെട്ട ശേഷമാണ് തന്റെ മാസ്റ്റർപീസായ പാരഡൈസ് ലോസ്റ്റ് എന്ന മഹാകാവ്യം രചിച്ചത്. ബൈബിളിലെ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ കൃതി. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ നിലവിൽ വന്ന വർഷം 1861. 1861 ബേപ്പൂരിൽ നിന്ന് തിരൂരിലേക്കാണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചത്. തീരദേശ വ്യാപാരത്തിന് ഇത് വലിയ സഹായകമായി. ലോക്ക്ജോ എന്നത് ഏത് രോഗത്തിന്റെ ലക്ഷണമാണ്? ടെറ്റനസ്. ടെറ്റനസ് രോഗത്തിന്റെ ഒരു പ്രധാന ലക്ഷണമാണ് ലോക്ക്ജോ, അതായത് താടിയെല്ല് പൂട്ടിപ്പോകുക എന്നത്. ക്ലോസ്ട്രിഡിയം ടെറ്റനി എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഈ രോഗം നാഡീവ്യവസ്ഥയെ ബാധിക്കുന്നു. റോബേൽസ് ഗുഹ, റോബേഴ്സ് കേവ് എവിടെയാണ്? ഡെറാഡൂൺ. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതിരമണീയമായ ഒരു ഗുഹയാണ് റോബേൽസ് കേവ്. പ്രകൃതിദത്തമായ ജലധാരകളും പാറക്കെട്ടുകളും ഇവിടുത്തെ പ്രത്യേകതയാണ്. എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന് ആരംഭിക്കുന്ന പ്രസിദ്ധമായ പ്രസംഗം ആരുടേതാണ്? മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ. അമേരിക്കൻ പൗരാവകാശ നേതാവായ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ 1963 വാഷിംഗ്ടണിൽ നടത്തിയ ഐ ഹാവ് എ ഡ്രീം എന്ന പ്രസംഗം ലോകത്ത് സമാധാനത്തിനും സമത്വത്തിനും വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ പ്രതീകമാണ്. കെഎസ്ഇബി നിലവിൽ വന്ന വർഷം 1957 ഒക്ടോബർ 31. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് കെഎസ്ഇബി 1957 ഒക്ടോബർ 31 രൂപീകൃതമായത്. കേരളത്തിലെ വൈദ്യുതി ഉൽപ്പാദനത്തിന്റെയും വിതരണത്തിന്റെയും ചുമതലയുള്ള പ്രധാന സ്ഥാപനമാണിത്. കോരാപുട്ട് അലുമിനിയം പ്രോജക്ട് ഏത് സംസ്ഥാനത്താണ്? ഒഡീഷ. ഒഡീഷയിലെ കോരാപുട്ടിലാണ് നാഷണൽ അലുമിനിയം കമ്പനി ലിമിറ്റഡിന്റെ നാൽക്കോ പ്രധാന അലുമിനിയം ഉൽപ്പാദന കേന്ദ്രങ്ങളിലൊന്ന് സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശം ബോക്സൈറ്റ് നിക്ഷേപങ്ങളാൽ സമ്പന്നമാണ്. കെനിയയിലെ സ്വാതന്ത്ര്യസമരത്തിന് നേതൃത്വം നൽകിയത് ആര്? ജോമോ കെനിയാറ്റ. കെനിയയുടെ സ്വാതന്ത്ര്യസമര നായകനും ആദ്യ പ്രസിഡന്റുമാണ് ജോമോ കെനിയാറ്റ. കെനിയൻ ജനതയെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ അണിനിരത്തുന്നതിൽ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചു. തലശ്ശേരി കോട്ട നിർമ്മിച്ചത് ആര്? ബ്രിട്ടീഷുകാർ. 1708 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയാണ് തലശ്ശേരി കോട്ട നിർമ്മിച്ചത്.
മലബാറിലെ തങ്ങളുടെ വ്യാപാര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും സൈനിക ആവശ്യങ്ങൾക്കും വേണ്ടിയായിരുന്നു ഇത്. എബ്രഹാം ലിങ്കൺ വധിക്കപ്പെട്ട വർഷം 1865. അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ 1865 ഏപ്രിൽ 15 ജോൺ വിൽക്സ് ബൂത്ത് എന്നയാളാൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. അമേരിക്കൻ ആഭ്യന്തരയുദ്ധം അവസാനിപ്പിച്ച് അടിമത്തം നിർത്തലാക്കിയതിന് തൊട്ടുപിന്നാലെയായിരുന്നു ഈ സംഭവം. ഇന്ത്യൻ പോലീസ് സർവീസ് എപ്സ് ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കുന്ന നഗരം ഹൈദരാബാദ്. സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. ഇവിടെ വെച്ചാണ് ഇന്ത്യൻ പോലീസ് സർവീസ് ഉദ്യോഗസ്ഥർക്ക് അടിസ്ഥാന പരിശീലനം നൽകുന്നത്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ കുന്തിപ്പുഴ. പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന പ്രധാന നദിയാണ് കുന്തിപ്പുഴ. ഈ പുഴ സൈലന്റ് വാലിയുടെ ജൈവവൈവിധ്യം നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. കേരളത്തിൽ എവിടെയാണ് സെന്റ് ആഞ്ചലോ കോട്ട സ്ഥിതി ചെയ്യുന്നത്? കണ്ണൂർ. കണ്ണൂർ നഗരത്തിനു സമീപം അറബിക്കടലിന്റെ തീരത്താണ് സെന്റ് ആഞ്ചലോ കോട്ട സ്ഥിതി ചെയ്യുന്നത്. പോർച്ചുഗീസുകാർ 1505 നിർമ്മിച്ച ഈ കോട്ട കേരളത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യം വിളിച്ചോതുന്നു. സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായ ധോളവീര സ്ഥിതി ചെയ്യുന്ന ദ്വീപ് കാദിർ ദ്വീപ്. ഗുജറാത്തിലെ കച്ച് ജില്ലയിലുള്ള കാദിർ ദ്വീപിലാണ് ധോളവീര സ്ഥിതി ചെയ്യുന്നത്. സിന്ധു നദീതട സംസ്കാരത്തിലെ ഏറ്റവും വലിയ 5 സൈറ്റുകളിൽ ഒന്നാണിത്. കൂടാതെ യുനെസ്കോ ലോക പൈതൃക പദവിയും ഇതിനുണ്ട്. കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് കൊൽക്കത്ത. കൊൽക്കത്തയിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട മനോഹരങ്ങളായ നിരവധി കൊട്ടാരങ്ങളും എടുപ്പുകളും ഉള്ളതുകൊണ്ടാണ് ഈ പേര് ലഭിച്ചത്. വിക്ടോറിയ മെമ്മോറിയൽ, മാർബിൾ പാലസ് തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ്. കൊല്ലവർഷത്തിലെ അവസാനത്തെ മാസം കർക്കടകം. കൊല്ലവർഷത്തിലെ 12ാമത്തെയും അവസാനത്തെയും മാസമാണ് കർക്കടകം. മലയാള മാസങ്ങളിലെ ഇത് രാമായണ മാസമായും ആചരിക്കുന്നു. തൈമൂർ തലസ്ഥാനം സമർഖണ്ഡ്. മംഗോൾ തുർക്കിഷ് ഭരണാധികാരിയായിരുന്ന തിമൂറിന്റെ വിശാലമായ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു സമർഖണ്ഡ്. ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനിലാണ് ഈ ചരിത്രപ്രസിദ്ധമായ നഗരം സ്ഥിതി ചെയ്യുന്നത്. ഒഴിഞ്ഞ പാത്രമാണ് ഏറ്റവും കൂടുതൽ ശബ്ദമുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞതാര്? വില്യം ഷേക്സ്പിയർ. ലോകപ്രശസ്ത ഇംഗ്ലീഷ് കവിയും നാടകകൃത്തുമായ വില്യം ഷേക്സ്പിയറുടെ ഒരു പ്രശസ്തമായ ഉദ്ധരണിയാണിത്. അറിവില്ലാത്തവരും ആഴമില്ലാത്തവരുമായ ആളുകൾ അനാവശ്യമായി കൂടുതൽ ശബ്ദമുണ്ടാക്കുന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു. സൗരയൂഥത്തിന്റെ ആകെ പിണ്ഡത്തിന്റെ എത്ര ശതമാനമാണ് സൂര്യന്റെ പിണ്ഡം? 99.8%. സൗരയൂഥത്തിലെ ആകെ പിണ്ഡത്തിന്റെ ഭൂരിഭാഗവും സൂര്യനാണ്. സൂര്യന്റെ വലിയ പിണ്ഡം കാരണമാണ് ഗ്രഹങ്ങളെയും മറ്റ് ആകാശഗോളങ്ങളെയും ആകർഷിച്ച് സൗരയൂഥം ഒരുമിച്ച് നിർത്തുന്നത്. കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിലെ റവന്യൂ, എക്സൈസ് മന്ത്രി ആരായിരുന്നു? കെ.ആർ. ഗൗരി. 1957 EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിൽ കെ.ആർ. ഗൗരി റവന്യൂ, എക്സൈസ് വകുപ്പുകൾ കൈകാര്യം ചെയ്തു. അവർ കേരള രാഷ്ട്രീയത്തിലെ ശക്തിയായ വനിതാ നേതാവായിരുന്നു. എല്ലുകളുടെയും പല്ലുകളുടെയും ശക്തി നിലനിർത്താൻ ആവശ്യമായ പ്രധാന ഘടകം കാൽസ്യം. കാൽസ്യം എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ഒരു ധാതുവാണ്. ഇതിന്റെ കുറവ് എല്ലുകളുടെ ബലക്ഷയത്തിനും ദന്തരോഗങ്ങൾക്കും കാരണമാകാം. ദക്ഷിണാർദ്ധഗോളത്തിൽ ആദ്യമായി ഒളിമ്പിക്സിന് വേദിയായ നഗരം മെൽബൺ. 1956 വേനൽക്കാല ഒളിമ്പിക്സിന് വേദിയായത് ഓസ്ട്രേലിയയിലെ മെൽബൺ നഗരമാണ്. ദക്ഷിണാർദ്ധഗോളത്തിൽ നടന്ന ആദ്യത്തെ ഒളിമ്പിക്സ് കൂടിയായിരുന്നു ഇത്. മെഡിറ്ററേനിയന്റെ ദീപസ്തംഭം, ലൈറ്റ് ഹൌസ് ഓഫ് ദ മെഡിറ്ററേനിയൻ എന്നറിയപ്പെടുന്നത് സ്ട്രോംബോളി കൊടുമുടി. ഇറ്റലിയിലെ സ്ട്രോംബോളി ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഈ അഗ്നിപർവ്വതം തുടർച്ചയായി ചെറിയ തോതിൽ പൊട്ടിത്തെറികൾ നടത്തുന്നതിനാൽ രാത്രിയിൽ തിളങ്ങുന്ന പ്രകാശഗോപുരം പോലെ കാണപ്പെടുന്നു. അതിനാലാണ് ഇതിന് മെഡിറ്ററേനിയന്റെ ദീപസ്തംഭം എന്ന പേര് ലഭിച്ചത്. കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് നെടുങ്ങാടി ബാങ്ക്.
1899 മഞ്ചേരി രാമേർ സ്ഥാപിച്ച നെടുങ്ങാടി ബാങ്കാണ് കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക്. പിന്നീട് ഇത് മറ്റ് ബാങ്കുകളുമായി ലയിച്ചു. ഏർക്കാട് ഏത് സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രമാണ്? തമിഴ്നാട്. തമിഴ്നാട്ടിലെ സേലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ഹിൽ സ്റ്റേഷനാണ് ഏർക്കാട്. കിഴക്കൻ ഘട്ടത്തിന്റെ ഭാഗമായ ഇവിടം തമിഴ്നാടിന്റെ രത്നം എന്നും അറിയപ്പെടുന്നു. കേരളത്തിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ്? ഓമനക്കുഞ്ഞമ്മ. കേരളത്തിൽ മജിസ്ട്രേറ്റ് പദവിയിലെത്തിയ ആദ്യ വനിതയാണ് ഓമനക്കുഞ്ഞമ്മ. നിയമരംഗത്ത് വനിതകൾക്ക് പുതിയ പാത തുറന്നുകൊടുത്ത വ്യക്തിത്വമായിരുന്നു അവർ. വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായ ഒഡീഷയിലെ വന്യജീവി സങ്കേതം? നന്ദൻകാനൻ. ഒഡീഷയിലെ ഭുവനേശ്വറിനടുത്ത് സ്ഥിതി ചെയ്യുന്ന നന്ദൻകാനൻ സുവോളജിക്കൽ പാർക്ക് വെള്ളക്കടുവകൾക്ക് പേരുകേട്ടതാണ്. ഇന്ത്യയിലെ പ്രമുഖ വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളിലൊന്നാണിത്. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി? ജോസഫ് മുണ്ടശ്ശേരി. 1957 ആദ്യ IMS മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിൽ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചു. വെള്ളച്ചാട്ടത്തിനെതിരെ നീന്താൻ കഴിവുള്ള മത്സ്യം? സാൽമൺ. സാൽമൺ മത്സ്യങ്ങൾക്ക് വെള്ളച്ചാട്ടങ്ങൾക്കും ശക്തമായ ഒഴുക്കുകൾക്കും എതിരെ നീന്തി പ്രത്യുൽപാദനത്തിനായി ഉയർന്ന പ്രദേശങ്ങളിലേക്ക് കുടിയേറാനുള്ള അസാധാരണ കഴിവുണ്ട്. ഇത് അവയുടെ ജീവിതചക്രത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. അശോകന്റെ കാലത്ത് നടന്ന ബുദ്ധമത സമ്മേളനം എത്രാമത്തേതായിരുന്നു? മൂന്നാമത്തെ. BC 250 പാടലിപുത്രത്തിൽ വെച്ച് അശോക ചക്രവർത്തിയുടെ സംരക്ഷണയിൽ നടന്ന ബുദ്ധമത സമ്മേളനമാണ് മൂന്നാമത്തെ ബുദ്ധമത സമ്മേളനം. മൊഗ്ഗാലിബുത്ത ടിസ്സയായിരുന്നു ഇതിന്റെ അധ്യക്ഷൻ. സ്പാനിഷ് ഭാഷ ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ഒരേയൊരു ആഫ്രിക്കൻ രാജ്യം? ഇക്വറ്റോറിയൽ ഗിനി. ഇക്വറ്റോറിയൽ ഗിനിയാണ് സ്പാനിഷ് ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ഏക ആഫ്രിക്കൻ രാജ്യം. ദീർഘകാലത്തെ സ്പാനിഷ് കോളനി ഭരണമാണ് ഇതിന് കാരണം. ഇന്ത്യൻ വ്യോമസേന രൂപവൽക്കരിക്കപ്പെട്ട വർഷം? 1933. റോയൽ ഇന്ത്യൻ എയർഫോഴ്സ് എന്ന പേരിൽ ഇന്ത്യൻ വ്യോമസേന 1932 ഒക്ടോബർ 8 ഔദ്യോഗികമായി രൂപീകരിക്കപ്പെട്ടത്. എന്നാൽ പ്രവർത്തനം ആരംഭിച്ചത് 1933 എൻഡോസൾഫാൻ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഏത് കൃഷിയിലാണ്? കശുമാവ്. എൻഡോസൾഫാൻ എന്നത് കാർഷിക വിളകളിൽ ഉപയോഗിച്ചിരുന്ന ഒരു കീടനാശിനിയാണ്. കേരളത്തിൽ കശുമാവ് കൃഷിയിൽ ഇത് വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. എന്നാൽ പിന്നീട് ആരോഗ്യപരവും പാരിസ്ഥിതികവുമായ പ്രശ്നങ്ങൾ കാരണം നിരോധിക്കപ്പെട്ടു. ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം? ഹരിപുര 1938. 1938 ഹരിപുരയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഗാന്ധിജി അവതരിപ്പിച്ച വാർധാ വിദ്യാഭ്യാസ പദ്ധതി അംഗീകരിച്ചത്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് ഈ പദ്ധതി ഊന്നൽ നൽകി. ദൈവം സ്നേഹിക്കുന്നവർ ചെറുപ്പത്തിലേ മരിക്കുന്നു എന്ന് പറഞ്ഞതാര്? ബൈറ്റൺ പ്രഭു. പ്രശസ്ത ഇംഗ്ലീഷ് റൊമാന്റിക് കവിയായ ബൈറ്റൺ പ്രഭുവിന്റെ വാക്കുകളാണിത്. തന്റെ കവിതകളിലൂടെയും ജീവിതത്തിലൂടെയും അദ്ദേഹം ഈ ആശയം പലതവണ അവതരിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല? ഇടനാട്. കേരളത്തെ ഭൂപ്രകൃതിയനുസരിച്ച് തീരപ്രദേശം, ഇടനാട്, മലനാട് എന്നിങ്ങനെ മൂന്നായി തരംതിരിക്കുമ്പോൾ ഏറ്റവും വലിയ ഭൂമേഖല ഇടനാടാണ്. മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലുള്ള ഈ പ്രദേശം കുന്നുകളും താഴ്വരകളും നിറഞ്ഞതാണ്. തൈൻ അണക്കെട്ടിന്റെ പുതിയ പേര്? രഞ്ജിത് സാഗർ അണക്കെട്ട്. പഞ്ചാബിലെ രവി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തൈൻ അണക്കെട്ട് രഞ്ജിത് സാഗർ അണക്കെട്ട് എന്ന പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ജലസേചനം, വൈദ്യുതി ഉൽപ്പാദനം എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. തെലുങ്കുദേശം പാർട്ടി സ്ഥാപിച്ചത് ആര്? NET രാമറാവു. പ്രസിദ്ധ തെലുങ്ക് ചലച്ചിത്ര നടനും രാഷ്ട്രീയ നേതാവുമായിരുന്ന NET രാമറാവു 1982 സ്ഥാപിച്ച പാർട്ടിയാണ് തെലുങ്കുദേശം പാർട്ടി, TDP. ആന്ധ്രാപ്രദേശിലെ രാഷ്ട്രീയത്തിൽ ഇത് ഒരു പ്രധാന ശക്തിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട്?
സൈലന്റ് വാലി. പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനം കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാടാണ്. അത്യപൂർവമായ സസ്യജന്തുജാലങ്ങളാൽ സമ്പന്നമായ ഇവിടെ സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നു. തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ തടാകം ടിറ്റിക്കാക്ക തടാകം. തെക്കേ അമേരിക്കയിലെ ആൻഡീസ് പർവ്വതനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ടിറ്റിക്കാക്ക തടാകം ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കപ്പൽ ഗതാഗതമുള്ള തടാകം കൂടിയാണ്. പെറുവിന്റെയും ബൊളീവിയയുടെയും അതിർത്തിയിലാണ് ഇത്. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടുകളിലൊന്ന് മലമ്പുഴ അണക്കെട്ട്. പാലക്കാട് ജില്ലയിലെ മലമ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഈ അണക്കെട്ട് കേരളത്തിലെ പ്രധാന ജലസേചന പദ്ധതികളിൽ ഒന്നാണ്. ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണിത്. പോഷണത്തെക്കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു? ട്രോഫോളജി. ട്രോഫോളജി എന്നത് ജീവികളുടെ പോഷണം, പോഷക ഘടകങ്ങൾ, അവയുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ രാസവള നിർമ്മാണശാല ഫാക്ട്. ആലുവ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ് ഫാക്ട് കേരളത്തിലെ ഏറ്റവും വലിയ രാസവള നിർമ്മാണശാലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വലിയ തോതിലുള്ള രാസവള കമ്പനികളിലൊന്നാണിത്. വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എയ്ഡ്സ് രോഗം സ്ഥിരീകരിക്കുന്നതിനുള്ള ഒരു പരിശോധനാരീതിയാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. HIV അണുബാധ കണ്ടെത്തുന്നതിനായി ഇത് ഉപയോഗിക്കുന്നു. കൊച്ചിയിലെ ഏറ്റവും പ്രശസ്തനായ രാജാവ് ശക്തൻ തമ്പുരാൻ. കൊച്ചി രാജ്യത്തെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരികളിൽ ഒരാളാണ് ശക്തൻ തമ്പുരാൻ, രാമവർമ്മ ശക്തൻ തമ്പുരാൻ. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് കൊച്ചി വലിയ സാമ്പത്തിക, സാമൂഹിക പുരോഗതി നേടി. നോബൽ സമ്മാനം മരണാനന്തര ബഹുമതിയായി ലഭിച്ച ആദ്യ വ്യക്തിയായ എറിക് ആക്സൽ കാൾഫെൽറ്റ് ഏത് രാജ്യക്കാരനായിരുന്നു? സ്വീഡൻ. സ്വീഡിഷ് കവിയായ എറിക് ആക്സൽ കാൾഫെൽറ്റിന് 1931 മരണാനന്തര ബഹുമതിയായി സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. 1974 നോബൽ ഫൗണ്ടേഷൻ നിയമങ്ങൾ ഭേദഗതി ചെയ്തതിനാൽ പിന്നീട് മരണാനന്തര ബഹുമതികൾ നൽകിയിട്ടില്ല. കൊച്ചിയിലെ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? ജവഹർലാൽ നെഹ്റു. കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയങ്ങളിലൊന്നാണ് കൊച്ചിയിലെ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ഓർമ്മയ്ക്കായി ഈ സ്റ്റേഡിയം പുനർനാമകരണം ചെയ്യപ്പെട്ടു. ആധുനിക ജനാധിപത്യത്തിന്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത്? മാഗ്ന കാർട്ട. 1215 ഇംഗ്ലണ്ടിൽ ഒപ്പുവെച്ച മാഗ്ന കാർട്ട ഭരണാധികാരിയുടെ അധികാരങ്ങളെ നിയന്ത്രിക്കുകയും വ്യക്തികളുടെ അവകാശങ്ങൾക്ക് ഊന്നൽ നൽകുകയും ചെയ്തു. ആധുനിക ജനാധിപത്യത്തിന്റെയും നിയമവാഴ്ചയുടെയും അടിസ്ഥാന രേഖകളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. വൈദ്യുതിയുടെ പ്രസരണവും വിതരണവും സ്വകാര്യവൽക്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? ഒഡീഷ. വൈദ്യുതി മേഖലയുടെ സ്വകാര്യവൽക്കരണത്തിന് തുടക്കം കുറിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഒഡീഷ. 1990കളുടെ തുടക്കത്തിലാണ് ഈ പരിഷ്കാരം ആരംഭിച്ചത്. തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രം പ്രവർത്തനമാരംഭിച്ച വർഷം? 1982. കേരളത്തിലെ തിരുവനന്തപുരത്ത് ദൂരദർശൻ കേന്ദ്രം പ്രവർത്തനമാരംഭിച്ചത് 1982 പ്രാദേശിക വാർത്തകൾക്കും വിനോദ പരിപാടികൾക്കും ഇത് വലിയ പ്രാധാന്യം നൽകി. വൈദ്യുത പ്രവാഹത്തിന്റെ ഇന്റൻസിറ്റിയുടെ യൂണിറ്റ്? ആംപിയർ. വൈദ്യുത പ്രവാഹത്തിന്റെ തീവ്രത അളക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ഏകകമാണ് ആംപിയർ. ഫ്രഞ്ച് ഭൗതികശാസ്ത്രജ്ഞനായ ആന്ദ്രേ മാരി ആംപിയറിന്റെ പേരിലാണ് ഈ യൂണിറ്റ് അറിയപ്പെടുന്നത്. ഐക്യരാഷ്ട്രസഭ ഇടപെട്ട ആദ്യത്തെ യുദ്ധം? കൊറിയൻ യുദ്ധം. 1950 മുതൽ 1953 വരെ കാലഘട്ടത്തിൽ നടന്ന കൊറിയൻ യുദ്ധത്തിലാണ് ഐക്യരാഷ്ട്രസഭ സൈനികമായി ഇടപെട്ടത്. ഉത്തര കൊറിയയുടെ ദക്ഷിണ കൊറിയൻ അധിനിവേശത്തെ ചെറുക്കുക എന്നതായിരുന്നു UN ലക്ഷ്യം. ആധുനിക ഇറ്റലിയെ ഏകീകരിച്ചത് ആര്? ഗാരിബാൾഡി. ഇറ്റലിയുടെ ഏകീകരണത്തിൽ റിസോർജിമെന്റോ ഒരു പ്രധാന പങ്ക് വഹിച്ച സൈനികനും ദേശീയവാദിയുമായിരുന്നു ഗാരിബാൾഡി.
അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇറ്റലിയുടെ വിവിധ ഭാഗങ്ങൾ ഒരുമിപ്പിക്കപ്പെട്ടു. അരിസ്റ്റോട്ടിലിന്റെ ശിഷ്യനായിരുന്ന മാസിഡോണിയൻ രാജകുമാരൻ അലക്സാണ്ടർ ചക്രവർത്തി. പുരാതന ഗ്രീക്ക് തത്വചിന്തകനായ അരിസ്റ്റോട്ടിലിന്റെ ശിഷ്യനായിരുന്നു മാസിഡോണിയൻ രാജകുമാരൻ അലക്സാണ്ടർ. ലോകം കണ്ട മികച്ച സൈനിക നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഇംഗ്ലണ്ടിലെത്തിയ ആദ്യത്തെ ബ്രാഹ്മണൻ രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവായി കണക്കാക്കപ്പെടുന്ന രാജാറാം മോഹൻ റോയ് ബ്രിട്ടീഷ് ഭരണകൂടവുമായി സംവദിക്കുന്നതിനും ബ്രഹ്മസമാജത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഇംഗ്ലണ്ടിലെത്തിയത്. കേരളത്തിൽ സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം കഴക്കൂട്ടം. തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്താണ് കേരളത്തിലെ സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ദേശീയ പ്രതിരോധ സേനകളിൽ ചേരാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്നതാണ് ഈ സ്ഥാപനത്തിന്റെ ലക്ഷ്യം. കേരളത്തിൽ തൊഴിലില്ലായ്മ വേതനം നടപ്പാക്കിയ മുഖ്യമന്ത്രി ആര്? കെ ആന്റണി. കേരളത്തിൽ തൊഴിലില്ലായ്മ വേതന പദ്ധതിക്ക് തുടക്കമിട്ട മുഖ്യമന്ത്രിയാണ് കെ ആന്റണി. 1982-ൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ പദ്ധതി നടപ്പാക്കി. USA-യിലെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയത് കാലിഫോർണിയ. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് കാലിഫോർണിയ. സാമ്പത്തികമായും സാംസ്കാരികമായും സാങ്കേതികമായും വളരെ പ്രാധാന്യമുള്ള ഒരു സംസ്ഥാനമാണിത്. മദർ തെരേസ അന്ത്യനിദ്ര കൊള്ളുന്നത് എവിടെയാണ്? കൊൽക്കത്ത. സമൂഹസേവന രംഗത്തെ പ്രമുഖ വ്യക്തിത്വമായിരുന്ന മദർ തെരേസയുടെ അന്ത്യവിശ്രമസ്ഥലം കൊൽക്കത്തയിലെ മിഷണറീസ് ഓഫ് ചാരിറ്റി ഹൌസിലാണ്. അവിടെയാണ് അവരുടെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം ഡംഡം എവിടെയാണ്? കൊൽക്കത്ത. കൊൽക്കത്തയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വിമാനത്താവളം നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിലൊന്നാണിത്. ലോക് നായക് എന്നറിയപ്പെട്ടത് ആര്? ജയപ്രകാശ് നാരായൺ. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര സേനാനിയും രാഷ്ട്രീയ നേതാവുമായിരുന്ന ജയപ്രകാശ് നാരായൺ ലോക് നായക് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അടിയന്തരാവസ്ഥക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു ചിത്തരഞ്ജൻ ദാസ്. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലെ പ്രമുഖ നേതാക്കളിലൊരാളായിരുന്ന ചിത്തരഞ്ജൻ ദാസ് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരുവും വഴികാട്ടിയുമായിരുന്നു. സ്വരാജ് പാർട്ടി സ്ഥാപകരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ബോണ്ട് സ്ട്രീറ്റ് ഏത് നഗരത്തിലാണ്? ലണ്ടൻ. യുകെയിലെ ലണ്ടനിലെ വെസ്റ്റ്മിൻസ്റ്ററിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു ഷോപ്പിംഗ് തെരുവാണ് ബോണ്ട് സ്ട്രീറ്റ്. ആഡംബര കടകൾക്കും ആർട്ട് ഗാലറികൾക്കും ഇത് പേരുകേട്ടതാണ്. ബോംബെ ഹൈ എന്തിനാണ് പ്രസിദ്ധം? പെട്രോളിയം ഖനനം. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ബോംബെ ഹൈ ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടങ്ങളിലൊന്നാണ്. ഓഫ്ഷോർ പെട്രോളിയം ഉൽപ്പാദനത്തിന്റെ പ്രധാന കേന്ദ്രമാണിത്. പേപ്പട്ടി വിഷത്തിന് റാബീസ് പ്രതിവിധി കണ്ടുപിടിച്ചത് ആര്? ലൂയി പാസ്റ്റർ. ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ലൂയി പാസ്റ്റർ 19-ാം നൂറ്റാണ്ടിൽ റാബീസിനുള്ള വാക്സിൻ കണ്ടുപിടിച്ച് വൈദ്യശാസ്ത്ര രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചു. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം അനേകം ജീവൻ രക്ഷിക്കാൻ സഹായിച്ചു. പേർഷ്യൻ ചക്രവർത്തിയുടെ പ്രതിപുരുഷനെന്ന നിലയിൽ അബ്ദുൾ റസാഖിന്റെ കോഴിക്കോട് സന്ദർശനം ഏതു വർഷത്തിലായിരുന്നു? AD 1443. പേർഷ്യൻ സാമ്രാജ്യത്തിലെ ഒരു സഞ്ചാരിയും എഴുത്തുകാരനുമായിരുന്ന അബ്ദുൾ റസാഖ് 1443-ൽ കോഴിക്കോട് സന്ദർശിച്ചു. അദ്ദേഹത്തിന്റെ യാത്രാവിവരണങ്ങൾ അന്നത്തെ കോഴിക്കോടിന്റെ വ്യാപാരത്തെയും സംസ്കാരത്തെയും കുറിച്ച് വിവരങ്ങൾ നൽകുന്നു. ലോകത്താദ്യമായി കാറോട്ട മത്സരം നടന്ന രാജ്യം? ഫ്രാൻസ്. ലോകത്തിലെ ആദ്യത്തെ സംഘടിത കാറോട്ട മത്സരം 1894-ൽ ഫ്രാൻസിലെ പാരീസിൽ നിന്ന് റൂവൻ വരെയുള്ള പാതയിലാണ് നടന്നത്. ഇത് ആധുനിക മോട്ടോർ സ്പോർട്സിന്റെ തുടക്കമായി കണക്കാക്കപ്പെടുന്നു. തിരുവിതാംകൂറിലെ ഏത് രാജാവിന്റെ കാലത്താണ് തലസ്ഥാനം പത്മനാഭപുരത്തുനിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത്? ധർമ്മരാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മ.
ധർമ്മരാജാവ് എന്നറിയപ്പെട്ടിരുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലത്താണ് തിരുവിതാംകൂറിന്റെ തലസ്ഥാനം പത്മനാഭപുരത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത്. ഇത് ഭരണപരമായ സൗകര്യങ്ങൾ മുൻനിർത്തിയായിരുന്നു. റോം നഗരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യം വത്തിക്കാൻ. ലോകത്തിലെ ഏറ്റവും ചെറിയ സ്വതന്ത്ര രാജ്യമാണ് വത്തിക്കാൻ സിറ്റി. ഇറ്റലിയുടെ തലസ്ഥാനമായ റോമിന്റെ ഹൃദയഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കത്തോലിക്കാ സഭയുടെ ആഗോള ആസ്ഥാനമാണിത്. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂൾ എവിടെയാണ്? തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂളായ ജി.വി. രാജ സ്പോർട്സ് സ്കൂൾ തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. കായിക പ്രതിഭകളെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് സ്ഥാപിച്ചത്. ലോകത്താദ്യമായി ജനസംഖ്യാ നിയന്ത്രണ പരിപാടികൾ ആരംഭിച്ച രാജ്യം ഇന്ത്യ. കുടുംബാസൂത്രണ പരിപാടികൾ ഒരു ഔദ്യോഗിക നയമായി ആദ്യമായി സ്വീകരിച്ച രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. 1952-ൽ ഇന്ത്യ ദേശീയ കുടുംബക്ഷേമ പരിപാടിക്ക് തുടക്കം കുറിച്ചു. ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് TBGRI എവിടെയാണ്? പാലോട്, തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലെ പാലോടാണ് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. സസ്യശാസ്ത്ര ഗവേഷണത്തിനും സംരക്ഷണത്തിനും ഇത് പ്രാധാന്യം നൽകുന്നു. 1957-ലെ ആദ്യ കേരള മന്ത്രിസഭയിലെ വ്യവസായ മന്ത്രി KP ഗോപാലൻ. 1957-ൽ EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ അധികാരത്തിലെത്തിയ ആദ്യ കേരള മന്ത്രിസഭയിലെ വ്യവസായ മന്ത്രിയായിരുന്നു KP ഗോപാലൻ. ക്ലോറിൻ നിറച്ച ബൾബിലെ പ്രകാശത്തിന്റെ നിറം പച്ച. ക്ലോറിൻ വാതകം നിറച്ച ബൾബിലൂടെ വൈദ്യുതി കടന്നുപോകുമ്പോൾ അത് പച്ച നിറത്തിലുള്ള പ്രകാശം പുറത്തുവിടും. ക്ലോറിൻ ആറ്റങ്ങളുടെ ഇലക്ട്രോണിക് ട്രാൻസിഷനാണ് ഈ പ്രതിഭാസത്തിന് കാരണം. KR നാരായണൻ ജനിച്ച സ്ഥലം ഉഴവൂർ. ഇന്ത്യയുടെ 10ാമത്തെ പ്രസിഡന്റായിരുന്ന KR നാരായണൻ കോട്ടയം ജില്ലയിലെ ഉഴവൂരിലാണ് ജനിച്ചത്. കേരളത്തിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതിയായിരുന്നു അദ്ദേഹം. പ്രകൃതിയുടെ കലപ്പ എന്നറിയപ്പെടുന്നത് മണ്ണിര. മണ്ണിരകൾ മണ്ണിനെ കിളക്കുകയും വളക്കൂറ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ പ്രകൃതിയുടെ കലപ്പ എന്നറിയപ്പെടുന്നു. മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നിലനിർത്തുന്നതിൽ അവയ്ക്ക് വലിയ പങ്കുണ്ട്. LPG-യിലെ പ്രധാന ഘടകങ്ങൾ ബ്യൂട്ടേൻ, പ്രൊപ്പേൻ. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് LPG പ്രധാനമായും ബ്യൂട്ടേൻ, പ്രൊപ്പേൻ എന്നീ ഹൈഡ്രോകാർബൺ വാതകങ്ങളുടെ ഒരു മിശ്രിതമാണ്. ഇത് പാചകത്തിനും മറ്റ് ഊർജ്ജാവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നു. ഇന്ത്യൻ ഷേക്സ്പിയർ എന്നറിയപ്പെട്ടത് ആര്? കാളിദാസൻ. പ്രാചീന ഇന്ത്യയിലെ ഏറ്റവും മഹാനായ കവികളിൽ ഒരാളായ കാളിദാസനെയാണ് ഇന്ത്യൻ ഷേക്സ്പിയർ എന്ന് വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ നാടകങ്ങളും കവിതകളും ലോകസാഹിത്യത്തിൽ അതുല്യമായ സ്ഥാനം നേടി. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ. സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹവും സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹവുമാണ് ബുധൻ. ഇതിന് ഉപഗ്രഹങ്ങളില്ല. ഒലിവർ ട്വിസ്റ്റ് ആരു സൃഷ്ടിച്ച കഥാപാത്രമാണ്? ചാൾസ് ഡിക്കൻസ്. പ്രസിദ്ധ ഇംഗ്ലീഷ് നോവലിസ്റ്റായ ചാൾസ് ഡിക്കൻസ് തന്റെ ഒലിവർ ട്വിസ്റ്റ് എന്ന നോവലിലൂടെ സൃഷ്ടിച്ച കഥാപാത്രമാണ് ഒലിവർ ട്വിസ്റ്റ്. 19ാം നൂറ്റാണ്ടിലെ ലണ്ടനിലെ ദാരിദ്ര്യവും കുറ്റകൃത്യങ്ങളും ഈ നോവൽ വരച്ചുകാട്ടുന്നു. ലോകത്തിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ ലണ്ടൻ മെട്രോ. ലോകത്തിലെ ആദ്യത്തെ ഭൂഗർഭ റെയിൽവേ ശൃംഖലയാണ് ലണ്ടൻ മെട്രോ. 1863-ൽ പ്രവർത്തനമാരംഭിച്ച ഇത് അണ്ടർഗ്രൗണ്ട് അഥവാ ട്യൂബ് എന്നും അറിയപ്പെടുന്നു. ദൈവത്തിന്റെ അവതാരമെന്നും ലോകത്തിന്റെ പിതാവെന്നും അറിയപ്പെടുന്ന ഗോത്രവർഗ നേതാവ് ബിർസ മുണ്ട. 19ാം നൂറ്റാണ്ടിൽ ജാർഖണ്ഡിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയും മിഷണറിമാർക്കെതിരെയും ഗോത്രവർഗക്കാരെ നയിച്ച നേതാവായിരുന്നു ബിർസ മുണ്ട. അദ്ദേഹത്തെ ദൈവത്തിന്റെ അവതാരം എന്നും ധർത്തി ആബ ലോകത്തിന്റെ പിതാവ് എന്നും അനുയായികൾ വിളിച്ചിരുന്നു. ക്ഷേത്രമേളകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് പഞ്ചാരിമേളം. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന മേളകളിൽ ഏറ്റവും പ്രമുഖവും വിസ്തൃതവുമായ ഒന്നാണ് പഞ്ചാരിമേളം.
താളവാദ്യങ്ങളുടെ ഗംഭീരമായ ഒരു സംഗമമാണിത്. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ, ഗോഡ് എസ് ഓൺ കൺട്രി എന്നത് ഏത് സംസ്ഥാനത്തെ ടൂറിസം വകുപ്പിന്റെ ആപ്തവാക്യമാണ്? കേരളം. കേരള ടൂറിസം വകുപ്പ് സംസ്ഥാനത്തിന്റെ മനോഹരമായ പ്രകൃതി സൗന്ദര്യവും സമ്പന്നമായ സംസ്കാരവും ലോകത്തിന് പരിചയപ്പെടുത്താനായി ഉപയോഗിക്കുന്ന ആപ്തവാക്യമാണ് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ. തുല്യമായ അളവിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങളെ ഭൂപടത്തിൽ ബന്ധിപ്പിക്കുന്ന രേഖകൾ. ഐസോഹെൽസ്. ഭൂപടങ്ങളിൽ ഒരേ അളവിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങളെ യോജിപ്പിച്ച് വരക്കുന്ന സാങ്കൽപ്പിക രേഖകളാണ് ഐസോഹെൽസ്. ഇത് കാലാവസ്ഥാ പഠനങ്ങളിൽ ഉപയോഗിക്കുന്നു. ലോക ബൗദ്ധികാവകാശ സംഘടനയുടെ വിപ്പോ ആസ്ഥാനം ജനീവ. സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് ലോക ബൗദ്ധികാവകാശ സംഘടനയുടെ വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ വിപ്പോ ആസ്ഥാനം. ലോകമെമ്പാടുമുള്ള ബൗദ്ധിക സ്വത്തവകാശ സംരക്ഷണം ഉറപ്പാക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. ഇന്ത്യൻ ദേശീയ പതാകയുടെ വീതിയും നീളവും തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? അനുപാതം 2:3. നീളവും വീതിയും അനുപാതം 3:2. ഇന്ത്യൻ ദേശീയ പതാകയുടെ വീതിയും നീളവും തമ്മിലുള്ള അനുപാതം 2:3 ആണ്. പതാകയുടെ രൂപകൽപ്പനയിൽ ഈ അനുപാതം കൃത്യമായി പാലിക്കണം. സുവർണകവാട നഗരം, ഗോൾഡൻ ഗേറ്റ് സിറ്റി എന്നറിയപ്പെടുന്നത്? സാൻ ഫ്രാൻസിസ്കോ. അമേരിക്കൻ ഐക്യനാടുകളിലെ കാലിഫോർണിയ സംസ്ഥാനത്തുള്ള സാൻ ഫ്രാൻസിസ്കോ നഗരത്തെയാണ് സുവർണകവാട നഗരം എന്ന് വിശേഷിപ്പിക്കുന്നത്. പ്രശസ്തമായ ഗോൾഡൻ ഗേറ്റ് പാലം ഈ നഗരത്തിന്റെ പ്രതീകമാണ്. എല്ലാ വർഷവും ത്യാഗരാജ സംഗീതോത്സവം നടക്കുന്ന സ്ഥലം? തമിഴ്നാട്ടിലെ തിരുവയാർ. കർണാടക സംഗീതജ്ഞനായ ത്യാഗരാജസ്വാമികളുടെ സ്മരണാർത്ഥം എല്ലാ വർഷവും തമിഴ്നാട്ടിലെ തിരുവയ്യാറിൽ വെച്ച് ത്യാഗരാജ സംഗീതോത്സവം നടക്കുന്നു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സംഗീതജ്ഞർ ഇതിൽ പങ്കെടുക്കുന്നു. സൂപ്പർസോണിക് വിമാനങ്ങളുടെ വേഗം അളക്കുന്ന ഏകകം? മാക്ക് നമ്പർ. ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന സൂപ്പർസോണിക് വിമാനങ്ങളുടെയും മറ്റു വസ്തുക്കളുടെയും വേഗം അളക്കാൻ ഉപയോഗിക്കുന്ന ഏകകമാണ് മാക്ക് നമ്പർ. ഇത് ശബ്ദത്തിന്റെ വേഗതയുമായി ബന്ധപ്പെടുത്തിയാണ് നിർണ്ണയിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ധാതുസമ്പന്നമായ സംസ്ഥാനം? ജാർഖണ്ഡ്. ഇന്ത്യയിലെ ധാതുസമ്പന്നമായ സംസ്ഥാനങ്ങളിലൊന്നാണ് ജാർഖണ്ഡ്. കൽക്കരി, ഇരുമ്പയിര്, മൈക്ക, ചെമ്പ് തുടങ്ങിയ ധാതുക്കൾ ഇവിടെ ധാരാളമായി കാണപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി? ഗംഗ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗ. ഇന്ത്യയുടെ ജീവനാഡിയായി കണക്കാക്കപ്പെടുന്ന ഗംഗ ഹിന്ദുമതത്തിൽ പുണ്യനദിയായും ആരാധിക്കപ്പെടുന്നു. രാമാനുജൻ സംഖ്യ, രാമാനുജൻ നമ്പർ എന്നറിയപ്പെടുന്നത്? 1729. 1729 എന്ന സംഖ്യയെയാണ് രാമാനുജൻ സംഖ്യ എന്ന് വിശേഷിപ്പിക്കുന്നത്. രണ്ട് സംഖ്യകളുടെ ക്യൂബുകളുടെ തുകയായി രണ്ട് വ്യത്യസ്ത രീതികളിൽ എഴുതാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണിത്. 1 3 + 12 3 1729, 9 3 + 10 3 1729. ഓസ്ട്രേലിയൻ പ്രവിശ്യയായ നോർത്തേൺ ടെറിട്ടറിയുടെ തലസ്ഥാനം ഏത് ശാസ്ത്രജ്ഞന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്തിരിക്കുന്നു? ചാൾസ് ഡാർവിൻ. ഓസ്ട്രേലിയയിലെ നോർത്തേൺ ടെറിട്ടറിയുടെ തലസ്ഥാനമായ ഡാർവിൻ നഗരം പരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായ ചാൾസ് ഡാർവിന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ടതാണ്. സൂർവംശം സ്ഥാപിച്ചത് ആര്? ഷേർഷാ സൂരി. ഇന്ത്യയിൽ സൂർ സാമ്രാജ്യം സ്ഥാപിച്ചത് ഷേർഷാ സൂരിയാണ്. മുഗൾ ചക്രവർത്തി ഹുമയൂണിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം അധികാരം പിടിച്ചെടുത്തത്. വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിന്റെ WWF ആസ്ഥാനമായ ഗ്ലാൻഡ് ഏത് രാജ്യത്താണ്? സ്വിറ്റ്സർലൻഡ്. സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡിലാണ് ലോക വന്യജീവി ഫണ്ടിന്റെ WWF ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ലോകമെമ്പാടുമുള്ള വന്യജീവികളെയും പ്രകൃതിയെയും സംരക്ഷിക്കുന്നതിനായി ഈ സംഘടന പ്രവർത്തിക്കുന്നു. എല്ലാവരും തുല്യരാണ്, ചിലർ കൂടുതൽ തുല്യരും എന്ന പ്രശസ്തമായ വാക്യം ആരുടെ കൃതിയിലുള്ളതാണ്? ജോർജ് ഓർവെൽ. ആനിമൽ ഫാം. ജോർജ് ഓർവെലിന്റെ ആനിമൽ ഫാം എന്ന ആക്ഷേപഹാസ്യ നോവലിലെ ഒരു പ്രശസ്തമായ വാക്യമാണിത്.
ഇത് അധികാരത്തിന്റെ ദുരുപയോഗത്തെയും സമത്വത്തിന്റെ വഞ്ചനാപരമായ വ്യാഖ്യാനങ്ങളെയും വിമർശിക്കുന്നു. ഹൈദരാബാദ് സ്റ്റേറ്റിന്റെ സ്ഥാപകൻ നിസാമുൽ മുൽക്ക് ആസഫ് ജായ്. ആസഫ് ജായ് എന്നറിയപ്പെട്ടിരുന്ന നിസാമുൽ മുൽക്ക് ഹൈദരാബാദ് സ്റ്റേറ്റിന്റെ സ്ഥാപകനാണ്. 18-ാം നൂറ്റാണ്ടിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം അദ്ദേഹം സ്വതന്ത്ര ഭരണം സ്ഥാപിച്ചു. ഫോക്ലാൻഡ് ദ്വീപുകൾ ഏത് സമുദ്രത്തിലാണ്? ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രം. ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഫോക്ലാൻഡ് ദ്വീപുകൾ ബ്രിട്ടന്റെ അധീനതയിലുള്ള പ്രദേശമാണ്. അർജന്റീനയും ബ്രിട്ടനും തമ്മിൽ ഈ ദ്വീപുകൾക്കു വേണ്ടി ഒരു യുദ്ധം നടന്നിട്ടുണ്ട്. കെപിസിസിയുടെ കെപിസിസി ആദ്യ സെക്രട്ടറി കെ മാധവൻ നായർ. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ കെപിസിസി ആദ്യ സെക്രട്ടറിയായിരുന്നു കെ മാധവൻ നായർ. കേരളത്തിലെ സ്വാതന്ത്ര്യസമരത്തിലും കോൺഗ്രസ് പ്രസ്ഥാനത്തിലും അദ്ദേഹം സജീവ പങ്കുവഹിച്ചു. ഹൈദരാലിയെ കേരളം ആക്രമിക്കാൻ ക്ഷണിച്ചത് ആര്? പാലക്കാട് കോമി അച്ഛൻ. പാലക്കാട്ടെ കോമി അച്ഛനാണ് മൈസൂർ ഭരണാധികാരിയായിരുന്ന ഹൈദരാലിയെ കേരളത്തിലെ പാലക്കാട് ആക്രമിക്കാൻ ക്ഷണിച്ചത്. സാമൂതിരിയുമായുള്ള തർക്കങ്ങളാണ് ഈ ക്ഷണത്തിനു പിന്നിൽ. എമിനന്റ് ഇന്ത്യൻസ് എന്ന പുസ്തകം രചിച്ചത് ആര്? ശങ്കർ ദയാൽ ശർമ്മ. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ രചിച്ച പുസ്തകമാണ് എമിനന്റ് ഇന്ത്യൻസ്. ഇന്ത്യയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെക്കുറിച്ചുള്ള ലേഖനങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭക്തിപ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന നാമദേവൻ തന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. ഭക്തിപ്രസ്ഥാനത്തിന്റെ പ്രധാനികളിൽ ഒരാളായിരുന്ന നാമദേവൻ മഹാരാഷ്ട്രയിലാണ് തന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. മറാത്തി ഭാഷയിലെ കീർത്തനങ്ങളിലൂടെ അദ്ദേഹം ഭക്തിമാർഗം ജനങ്ങളിലേക്ക് എത്തിച്ചു. താമോഗർത്തം ബ്ലാക്ക് ഹോൾ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച യു.എസ്. ശാസ്ത്രജ്ഞൻ ജോൺ ആർച്ചിബാൾഡ് വീലർ. അമേരിക്കൻ ഭൗതികശാസ്ത്രജ്ഞനായ ജോൺ ആർച്ചിബാൾഡ് വീലറാണ് ബ്ലാക്ക് ഹോൾ താമോഗർത്തം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഗുരുത്വാകർഷണ വലിവ് കാരണം പ്രകാശത്തിന് പോലും രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു ബഹിരാകാശ മേഖലയാണിത്. വൈറ്റ് ടാർ എന്നറിയപ്പെടുന്നത് നാഫ്തലീൻ. കൽക്കരി ടാറിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഓർഗാനിക് സംയുക്തമാണ് നാഫ്തലീൻ. വെളുത്ത നിറമുള്ളതും പ്രത്യേക ഗന്ധമുള്ളതുമായ ഇത് കീടനാശിനിയായും മറ്റ് രാസവസ്തുക്കളുടെ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നു. സർവകലാശാല വൈസ് ചാൻസലർ പദം വഹിച്ച ആദ്യ ഇന്ത്യക്കാരൻ ഗുരുദാസ് ബാനർജി. 1890-ൽ കൽക്കട്ട യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ പദം വഹിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് സർ ഗുരുദാസ് ബാനർജി. അദ്ദേഹം ഒരു നിയമജ്ഞനും വിദ്യാഭ്യാസ വിദഗ്ധനുമായിരുന്നു. കൊച്ചിയിൽ പ്രജാമണ്ഡലത്തിന്റെ രൂപവത്കരണത്തിന് നിർണായക പങ്ക് വഹിച്ച നേതാവ് വി.ആർ. കൃഷ്ണൻ എഴുത്തച്ഛൻ. കൊച്ചി രാജ്യത്ത് ഉത്തരവാദിത്തപ്പെട്ട ഭരണം സ്ഥാപിക്കുന്നതിനായി 1941-ൽ രൂപീകരിച്ച കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് വി.ആർ. കൃഷ്ണൻ എഴുത്തച്ഛൻ. കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നയിച്ച പ്രധാനമന്ത്രി പാലിയദച്ചൻ. കൊച്ചി രാജ്യത്തെ ദിവാനായിരുന്ന പാലിയദച്ചൻ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ പോരാടിയ വ്യക്തിത്വമാണ്. 1809-ലെ കുണ്ടറ വിളംബരത്തിൽ വേലുത്തമ്പി ദളവയോടൊപ്പം അദ്ദേഹവും പങ്കുചേർന്നു. ഇന്ത്യൻ വംശജയായ രണ്ടാമത്തെ വനിതാ ബഹിരാകാശ യാത്രിക സുനിത വില്യംസ്. ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് ബഹിരാകാശത്തേക്ക് പോയ രണ്ടാമത്തെ വനിതയാണ്. ഇന്ത്യൻ വംശജയായ കൽപ്പന ചൗളയായിരുന്നു ആദ്യ യാത്രിക. കൊൽക്കത്ത പട്ടണത്തിന്റെ സ്ഥാപകൻ ജോബ് ചാർണോക്ക്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥനായ ജോബ് ചാർണോക്കിനെയാണ് കൊൽക്കത്ത നഗരത്തിന്റെ സ്ഥാപകനായി കണക്കാക്കുന്നത്. 1690-ൽ അദ്ദേഹം സുതനുടി ഗ്രാമത്തിൽ ഒരു വ്യാപാര കേന്ദ്രം സ്ഥാപിച്ചതാണ് നഗരത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായത്. സുപ്രീംകോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം 65 വയസ്സ്. ഇന്ത്യൻ ഭരണഘടന പ്രകാരം സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 65 വയസ്സാണ്. ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സാണ്. തെക്ക് വടക്ക് ആൻഡമാൻ ദ്വീപുകൾക്കിടയിലുള്ള കടലിടുക്ക്
ഡങ്കൻ പാസേജ്. ആൻഡമാൻ ദ്വീപസമൂഹത്തിലെ തെക്കൻ ആൻഡമാനും ലിറ്റിൽ ആൻഡമാനും ഇടയിലുള്ള ഒരു കടലിടുക്കാണ് ഡങ്കൻ പാസേജ്. ഈ കടലിടുക്ക് ബംഗാൾ ഉൾക്കടലിനെയും ആൻഡമാൻ കടലിനെയും ബന്ധിപ്പിക്കുന്നു. എൻറ്റമോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? പ്രാണികളെക്കുറിച്ചുള്ള പഠനം. എൻറ്റമോളജി എന്നത് പ്രാണികളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠന ശാഖയാണ്. പ്രാണികളുടെ ഘടന, വർഗീകരണം, ജീവിതചക്രം, പരിസ്ഥിതിയിലെ പങ്ക് എന്നിവയെക്കുറിച്ച് ഇത് പഠിക്കുന്നു. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത മീരാബായി. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിതയാണ് മീരാബായി. ഭക്തിപ്രസ്ഥാനത്തിലെ പ്രധാന കവയത്രിയും കൃഷ്ണഭക്തയുമായിരുന്നു അവർ. കോയാലി എന്തിന് പ്രസിദ്ധമാണ്? എണ്ണ ശുദ്ധീകരണശാല. ഗുജറാത്തിലെ വഡോദരയിലുള്ള കോയാലി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പ്രധാന എണ്ണ ശുദ്ധീകരണശാലകളിൽ ഒന്നാണ്. ഈ പ്രദേശം പെട്രോളിയം വ്യവസായത്തിന് പേരുകേട്ടതാണ്. യുദ്ധക്കപ്പലിൽ യാത്ര ചെയ്ത ഇന്ത്യയുടെ ആദ്യത്തെ സർവ്വസൈന്യാധിപൻ, പ്രസിഡന്റ് APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാം ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലായ INS സുബ്രതയിൽ യാത്ര ചെയ്ത ആദ്യത്തെ സർവ്വസൈന്യാധിപനാണ്. ഇന്ത്യൻ നദികളിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ടീസ്ത. സിക്കിം, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലൂടെ ഒഴുകുന്ന ടീസ്ത നദി ഇന്ത്യൻ നദികളിൽ വെച്ച് ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഹിമാലയൻ താഴ്വരകളിലൂടെ അതിവേഗം ഒഴുകി ബ്രഹ്മപുത്ര നദിയിൽ ചേരുന്നു. ഫ്രാൻസിനെയും ഇംഗ്ലണ്ടിനെയും വേർതിരിക്കുന്ന കടലിടുക്ക് ഇംഗ്ലീഷ് ചാനൽ. യുകയിലെ ഗ്രേറ്റ് ബ്രിട്ടൻ ദ്വീപിനെയും വടക്കൻ ഫ്രാൻസിനെയും വേർതിരിക്കുന്ന കടലിടുക്കാണ് ഇംഗ്ലീഷ് ചാനൽ. അറ്റ്ലാന്റിക് സമുദ്രത്തെ വടക്കൻ കടലുമായി ഇത് ബന്ധിപ്പിക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം മണ്ണണക്കെട്ട് ബാണാസുരസാഗർ അണക്കെട്ട്, വയനാട് ജില്ല. വയനാട് ജില്ലയിലെ കബനി നദിയിലാണ് ബാണാസുരസാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണണക്കെട്ടുകളിൽ ഒന്നാണിത്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ തലസ്ഥാനേതര നഗരം കോയമ്പത്തൂർ. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ തെക്കേ ഇന്ത്യയിലെ ഒരു പ്രധാന വ്യാവസായിക, വിദ്യാഭ്യാസ കേന്ദ്രമാണ്. ഇത് തമിഴ്നാടിന്റെ തലസ്ഥാനമായ ചെന്നൈ അല്ലാത്ത ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട് കായൽ. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ കായൽ ഒരു പ്രധാന ജലഗതാഗത മാർഗവും ആവാസവ്യവസ്ഥയുമാണ്. യുഗപുരുഷൻ എന്ന സിനിമ ആരുടെ ജീവിതം ആസ്പദമാക്കിയാണ്? ശ്രീനാരായണ ഗുരു. കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമയാണ് യുഗപുരുഷൻ. ആധുനിക കേരള സമൂഹ രൂപീകരണത്തിൽ അദ്ദേഹത്തിന്റെ പങ്കിനെ ഇത് എടുത്തു കാണിക്കുന്നു. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. വൈവിധ്യമാർന്ന വനങ്ങളും വന്യജീവി സങ്കേതങ്ങളും ഇവിടെയുണ്ട്. ജൈനരെ മൈസൂരിൽ നിന്ന് പുറത്താക്കിയത് ആര്? ലിംഗായത്തുകൾ. 12ാം നൂറ്റാണ്ടിൽ കർണാടകത്തിൽ ലിംഗായത്തുകൾക്കും ജൈനർക്കുമിടയിൽ വലിയ മതപരമായ സംഘർഷങ്ങൾ നടന്നിരുന്നു. ഈ സംഘർഷങ്ങളുടെ ഭാഗമായാണ് ലിംഗായത്തുകൾ ജൈനരെ മൈസൂർ മേഖലയിൽ നിന്ന് പുറത്താക്കിയത്. ലോകത്തിലെ ഏറ്റവും വലിയ പഴം ഏത്? ചക്ക. മൊറേഷ്യ കുടുംബത്തിൽപ്പെട്ട ഒരു സസ്യമാണ് ചക്ക. ഇതിന്റെ ഫലം ലോകത്തിലെ ഏറ്റവും വലിയ വൃക്ഷത്തിൽ കായ്ക്കുന്ന പഴമായി കണക്കാക്കപ്പെടുന്നു. തെക്ക് കിഴക്കൻ ഏഷ്യയിലും ദക്ഷിണേഷ്യയിലും ഇത് വ്യാപകമായി കൃഷി ചെയ്യുന്നു. ദക്ഷിണാഫ്രിക്ക, നമീബിയ എന്നീ രാജ്യങ്ങളുടെ അതിർത്തിയായ നദി ഏത്? ഓറഞ്ച് നദി. ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും നീളം കൂടിയ നദികളിൽ ഒന്നാണ് ഓറഞ്ച് നദി. ഇത് ലെസോത്തോയിലെ ഡ്രേക്കൻസ്ബർഗ് പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് ദക്ഷിണാഫ്രിക്കയുടെയും നമീബിയയുടെയും അതിർത്തിയിലൂടെ പടിഞ്ഞാറോട്ടൊഴുകി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പതിക്കുന്നു. ഗുരുമുഖി എന്നറിയപ്പെടുന്ന ലിപി ഏത് ഭാഷയുടേതാണ്? പഞ്ചാബി. പഞ്ചാബി ഭാഷ എഴുതാൻ ഉപയോഗിക്കുന്ന പ്രധാന ലിപികളിൽ ഒന്നാണ് ഗുരുമുഖി.
സിഖ് മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥമായ ഗുരു ഗ്രന്ഥ് സാഹിബ് ഈ ലിപിയിലാണ് എഴുതിയിട്ടുള്ളത്. 10ാം സിഖ് ഗുരുവായ ഗുരു അംഗദ് ദേവാണ് ഈ ലിപിയെ പ്രചാരത്തിലാക്കിയത്. കോഴിക്കോടും പോർച്ചുഗീസുകാരുമായുള്ള പൊന്നാനി സന്ധി ഏതു വർഷത്തിൽ? AD 1540. കോഴിക്കോട് സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിൽ 1540-ൽ ഒപ്പുവെച്ച സന്ധിയാണ് പൊന്നാനി സന്ധി. ഈ സന്ധിപ്രകാരം സാമൂതിരി പോർച്ചുഗീസുകാരുമായി സമാധാനം സ്ഥാപിക്കുകയും അവർക്ക് പൊന്നാനിയിൽ വ്യാപാര സൗകര്യങ്ങൾ അനുവദിക്കുകയും ചെയ്തു. ആദ്യത്തെ സമ്പൂർണ്ണ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഏത്? ENIAC. ENIAC ഇലക്ട്രോണിക് ന്യൂമെറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ എന്നത് ആദ്യത്തെ പ്രോഗ്രാം ചെയ്യാവുന്ന പൊതുവായ ആവശ്യങ്ങൾക്കുള്ള ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടറായിരുന്നു. ഇത് 1946-ൽ അമേരിക്കയിൽ വികസിപ്പിച്ചെടുത്തു. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ഉൾനാടൻ ജലപാത ഏത്? സെന്റ് ലോറൻസ്. വടക്കേ അമേരിക്കയിലെ സെന്റ് ലോറൻസ് നദിയിലൂടെയുള്ള ജലപാത ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ഉൾനാടൻ ജലപാതകളിൽ ഒന്നാണ്. ഇത് അറ്റ്ലാന്റിക് സമുദ്രത്തെ വടക്കേ അമേരിക്കയിലെ മഹാതടാകങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. ഗുരു ഗോപിനാഥ് 1963-ൽ തിരുവനന്തപുരത്ത് ആരംഭിച്ച കലാകേന്ദ്രമേത്? വിശ്വകലാകേന്ദ്രം. പ്രശസ്ത കഥകളി കലാകാരനും നർത്തകനുമായിരുന്ന ഗുരു ഗോപിനാഥ് 1963-ൽ തിരുവനന്തപുരത്ത് സ്ഥാപിച്ചതാണ് വിശ്വകലാകേന്ദ്രം. നൃത്തവും കലാരൂപങ്ങളും പഠിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ സ്ഥാപനം വലിയ പങ്കുവഹിച്ചു. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട രണ്ടാമത്തെ ഇന്ത്യൻ വനിത ആര്? ഝാൻസി റാണി. സ്വാതന്ത്ര്യസമര സേനാനിയായ ഝാൻസി റാണി 1957-ൽ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. 1957-ലെ ഇന്ത്യൻ വിപ്ലവത്തിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ സ്റ്റാമ്പുകളിലൊന്നായിരുന്നു ഇത്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത് ആര്? മന്നത്ത് പത്മനാഭൻ. 1931 മുതൽ 32 വരെ കാലഘട്ടത്തിൽ നടന്ന ഗുരുവായൂർ സത്യാഗ്രഹം എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് നടന്ന ഒരു പ്രധാന സമരമായിരുന്നു. ഇതിന്റെ കമ്മിറ്റിയുടെ അധ്യക്ഷൻ സാമൂഹ്യ പരിഷ്കർത്താവായ മന്നത്ത് പത്മനാഭനായിരുന്നു. ദശാംശ സമ്പ്രദായം ആരംഭിച്ച രാജ്യം? ഇന്ത്യ. ലോകത്തിന് ദശാംശ സമ്പ്രദായം സംഭാവന ചെയ്തത് ഇന്ത്യയാണ്. പൂജ്യവും സ്ഥാനവില സമ്പ്രദായവും ഉൾപ്പെടെയുള്ള ഈ ഗണിതശാസ്ത്ര രീതി പുരാതന ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞരാണ് വികസിപ്പിച്ചത്. ശുംഗവംശം സ്ഥാപിച്ചത് ആര്? പുഷ്യമിത്ര ശുംഗൻ. മൗര്യ സാമ്രാജ്യത്തിന്റെ അവസാന ഭരണാധികാരിയായ ബൃഹദ്രഥനെ വധിച്ചുകൊണ്ട് പുഷ്യമിത്ര ശുംഗൻ BC 185-ൽ ശുംഗവംശം സ്ഥാപിച്ചു. ഇത് മഗധയുടെ ചരിത്രത്തിലെ ഒരു പ്രധാന ഭരണമാറ്റമായിരുന്നു. ടെലിവിഷൻ കണ്ടുപിടിച്ചത് ആര്? ജോൺ ബെയർഡ്. സ്കോട്ടിഷ് എഞ്ചിനീയറായ ജോൺ ലോഗി ബെയർഡ് ആണ് ആദ്യത്തെ പ്രായോഗിക ടെലിവിഷൻ കണ്ടുപിടിച്ചത്. 1926-ൽ അദ്ദേഹം ആദ്യത്തെ തത്സമയ ടെലിവിഷൻ പ്രക്ഷേപണം വിജയകരമായി പ്രദർശിപ്പിച്ചു. ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉത്പാദിപ്പിക്കുന്ന രാജ്യമേത്? ബംഗ്ലാദേശ്. ലോകത്തിലെ ഏറ്റവും വലിയ ചണം ഉത്പാദകരും കയറ്റുമതിക്കാരും ബംഗ്ലാദേശാണ്. ചണം ഉത്പാദനത്തിൽ ഇന്ത്യയും ബംഗ്ലാദേശിന് തൊട്ടുപിന്നിലുണ്ട്. പെൻഗ്വിൻ പക്ഷികളുടെ വാസസ്ഥലത്തിന്റെ പേര്? റൂക്കറി. പെൻഗ്വിനുകൾ കൂട്ടമായി വസിക്കുകയും പ്രജനനം നടത്തുകയും ചെയ്യുന്ന സ്ഥലങ്ങളെയാണ് റൂക്കറി എന്ന് പറയുന്നത്. സാധാരണയായി ഇവ ധ്രുവപ്രദേശങ്ങളിലും ഉപധ്രുവപ്രദേശങ്ങളിലും കാണപ്പെടുന്നു. പെർട്ടുസിസ് എന്നുമറിയപ്പെടുന്ന അസുഖമേത്? വില്ലൻ ചുമ. ബോർഡെറ്റെല്ല പെർട്ടുസിസ് എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു ശ്വാസകോശ രോഗമാണ് പെർട്ടുസിസ് അഥവാ വില്ലൻ ചുമ. ഈ രോഗം കടുത്ത ചുമയ്ക്കും ശ്വാസതടസ്സത്തിനും കാരണമാകും. പ്രത്യേകിച്ച് കുട്ടികളിൽ ഇത് അപകടകരമാണ്. ഐക്യരാഷ്ട്രസഭ സ്ഥാപിച്ച സമാധാനത്തിന്റെ സർവകലാശാല ഏത് രാജ്യത്താണ്? കോസ്റ്റാറിക്ക. ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ സ്ഥാപിച്ച ഒരു അന്താരാഷ്ട്ര അക്കാദമിക് സ്ഥാപനമാണ് സമാധാനത്തിന്റെ സർവകലാശാല, യൂണിവേഴ്സിറ്റി ഫോർ പീസ്. 1980-ൽ കോസ്റ്റാറിക്കയിൽ സ്ഥാപിതമായ ഇത് സമാധാന പഠനത്തിലും ഗവേഷണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി ആര്?
പി കൃഷ്ണപിള്ള. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരിലൊരാളും ആദ്യത്തെ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്നു പി കൃഷ്ണപിള്ള. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വലിയ സ്വാധീനം നേടി. കേരളത്തിലെ പ്രതിഷ്ഠയില്ലാത്ത ഒരു ഹൈന്ദവ ആരാധനാ കേന്ദ്രം ഓച്ചിറ. കൊല്ലം ജില്ലയിലെ ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം ഒരു പ്രത്യേകതകളുള്ള ആരാധനാ കേന്ദ്രമാണ്. ഇവിടെ മറ്റ് ക്ഷേത്രങ്ങളിലെപ്പോലെ വിഗ്രഹങ്ങളില്ല, പകരം പരബ്രഹ്മ സങ്കല്പത്തെയാണ് ആരാധിക്കുന്നത്. ഓച്ചിറക്കളി, ഓച്ചിറക്കാളകെട്ട് എന്നിവ ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങളാണ്. ക്യോട്ടോ പ്രോട്ടോക്കോൾ ഒപ്പുവെച്ച വർഷം 1997. ആഗോളതാപനത്തെ ചെറുക്കുന്നതിനായി ഹരിതഗൃഹ വാതകങ്ങളുടെ പുറന്തള്ളൽ കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് 1997 ജപ്പാനിലെ ക്യോട്ടോയിൽ വെച്ച് ഒപ്പുവെച്ച ഒരു അന്താരാഷ്ട്ര ഉടമ്പടിയാണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ. ഇത് 2005 പ്രാബല്യത്തിൽ വന്നു. സേനാപതി പുഷ്യമിത്ര ശുംഗനാൽ കൊല്ലപ്പെട്ട അവസാനത്തെ മൗര്യരാജാവ് ആര്? ബൃഹദ്രഥൻ. മൗര്യ സാമ്രാജ്യത്തിന്റെ അവസാന ഭരണാധികാരിയായിരുന്നു ബൃഹദ്രഥൻ. അദ്ദേഹത്തിന്റെ സേനാപതിയായിരുന്ന പുഷ്യമിത്ര ശുംഗൻ അദ്ദേഹത്തെ വധിക്കുകയും ശുംഗവംശം സ്ഥാപിക്കുകയും ചെയ്തു. ഗോതമ്പ് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഗോതമ്പ് ഉത്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഫലഭൂയിഷ്ഠമായ ഗംഗാസമതലങ്ങളും അനുകൂലമായ കാലാവസ്ഥയും ഇവിടെ ഗോതമ്പ് കൃഷിക്ക് സഹായകമാണ്. ഇന്ത്യൻ മഹാസമുദ്രം, അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ എന്നിവ സംഗമിക്കുന്ന സ്ഥലം കന്യാകുമാരി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റത്തുള്ള കന്യാകുമാരി ഇന്ത്യൻ മഹാസമുദ്രം, അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ എന്നിവ സംഗമിക്കുന്ന സ്ഥലമാണ്. സൂര്യോദയവും അസ്തമയവും ഒരേ സ്ഥലത്തുനിന്ന് കാണാൻ കഴിയുന്ന അപൂർവ സ്ഥലങ്ങളിൽ ഒന്നാണിത്. ഡൽഹി ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടത് ആര്? സിസ്റ്റർ കൃഷ്ണൻ നായർ. പ്രമുഖ ഗാന്ധിയനും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്ന സിസ്റ്റർ കൃഷ്ണൻ നായരെയാണ് ഡൽഹി ഗാന്ധി എന്ന് അറിയപ്പെട്ടിരുന്നത്. ഡൽഹിയിലെ ഗാന്ധിയൻ പ്രവർത്തനങ്ങളിലും സ്വാതന്ത്ര്യസമരത്തിലും അദ്ദേഹത്തിന്റെ പങ്ക് വലുതായിരുന്നു. DNA-യുടെ ഘടന കണ്ടുപിടിച്ചത് ആര്? വാട്സണും ക്രിക്കും. ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കുമാണ് DNA-യുടെ ഇരട്ട ഹെലിക്സ് ഘടന കണ്ടെത്തിയത്. 1953 അവർ ഈ കണ്ടെത്തൽ പ്രസിദ്ധീകരിക്കുകയും 1962 ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിൻ നോബൽ സമ്മാനം പങ്കിടുകയും ചെയ്തു. തമിഴ്നാട്ടിൽ ടാങ്ക് നിർമ്മാണശാല എവിടെയാണ്? ആവടി. ചെന്നൈക്ക് സമീപമുള്ള ആവടിയിൽ കവചിത വാഹന ഫാക്ടറി, ഹെവി വെഹിക്കിൾസ് ഫാക്ടറി HVF സ്ഥിതി ചെയ്യുന്നു. ഇത് ഇന്ത്യൻ സൈന്യത്തിന് ആവശ്യമായ ടാങ്കുകളും മറ്റ് കവചിത വാഹനങ്ങളും നിർമ്മിക്കുന്നു. ദയാനന്ദ സരസ്വതിയുടെ പഴയ പേര്? മൂൾ ശങ്കർ. ആര്യസമാജത്തിന്റെ സ്ഥാപകനായ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ പേര് മൂൾ ശങ്കർ തിവാരി എന്നായിരുന്നു. 19-ാം നൂറ്റാണ്ടിലെ പ്രമുഖ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം. തക്ലമക്കാൻ മരുഭൂമി ഏത് രാജ്യത്താണ്? ചൈന. മധ്യേഷ്യയിലെ സിൻജിയാങ്ങിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ മരുഭൂമിയാണ് തക്ലമക്കാൻ. ലോകത്തിലെ ഏറ്റവും വലിയ മണൽ മരുഭൂമികളിൽ ഒന്നാണിത്. താപത്തിന്റെ ഏറ്റവും മികച്ച ചാലകം? വെള്ളി. വെള്ളിക്ക് താപത്തെയും വൈദ്യുതിയെയും വളരെ മികച്ച രീതിയിൽ കടത്തിവിടാനുള്ള കഴിവുണ്ട്. മറ്റ് ലോഹങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന താപചാലകയും വൈദ്യുത ചാലകയും ഇതിനുണ്ട്. പ്രശസ്തമായ തിരുവള്ളുവർ പ്രതിമ എവിടെയാണ്? കന്യാകുമാരി. തമിഴ് സാഹിത്യത്തിലെ അതികായനായ തിരുവള്ളുവരുടെ 133 അടി ഉയരമുള്ള പ്രതിമ കന്യാകുമാരിയിലെ കടലിൽ ഒരു ചെറിയ ദ്വീപിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. തിരുക്കുറൾ എന്ന അദ്ദേഹത്തിന്റെ മഹത്തായ കൃതിയിലെ 133 അധ്യായങ്ങളെ ഇത് പ്രതിനിധീകരിക്കുന്നു. തിരുവനന്തപുരത്ത് നക്ഷത്ര ബംഗ്ലാവ് ആരംഭിച്ച രാജാവ് ആര്? സ്വാതി തിരുനാൾ. തിരുവിതാംകൂർ രാജാവായിരുന്ന സ്വാതി തിരുനാൾ ബാലരാമവർമ്മ തിരുവനന്തപുരത്ത് സ്ഥാപിച്ച വാനനിരീക്ഷണ കേന്ദ്രമാണ് നക്ഷത്ര ബംഗ്ലാവ്, തിരുവനന്തപുരം ഒബ്സർവേറ്ററി. സംഗീതത്തിലും ജ്യോതിശാസ്ത്രത്തിലും അദ്ദേഹം അതീവ താൽപര്യം കാണിച്ചിരുന്നു. തിരുവനന്തപുരത്ത് പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം നടപ്പിലാക്കിയ ദിവാൻ? CP രാമസ്വാമി അയ്യർ. തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന സർ CP
രാമസ്വാമി അയ്യർ 1937-ൽ തിരുവനന്തപുരത്ത് പൊതുഗതാഗത സംവിധാനം ആരംഭിച്ചു. ഇത് സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഒരു പ്രധാന ചുവടുവയ്പായിരുന്നു. തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിതമായ വർഷം 1937. തിരുവിതാംകൂർ സർവകലാശാല 1937-ൽ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ ഭരണകാലത്ത് സ്ഥാപിക്കപ്പെട്ടു. ഇത് പിന്നീട് കേരള സർവകലാശാലയായി മാറി. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ചാൻസലർ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. തിരുവിതാംകൂറിലെ അവസാനത്തെ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു 1937-ൽ സ്ഥാപിതമായ തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ ചാൻസലർ. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട. കൊല്ലം ജില്ലയിലെ കല്ലട നദിയിൽ സ്ഥിതി ചെയ്യുന്ന കല്ലട ജലസേചന പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. ഇത് കൃഷിക്കും കുടിവെള്ളത്തിനും വൈദ്യുതി ഉത്പാദനത്തിനും സഹായിക്കുന്നു. തെക്കേ ഇന്ത്യയിലെ മലകളുടെ റാണി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഊട്ടി ഉദഗമണ്ഡലം. തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന ഊട്ടി തെക്കേ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ സുഖവാസ കേന്ദ്രങ്ങളിലൊന്നാണ്. മനോഹരമായ കാലാവസ്ഥയും പ്രകൃതി സൗന്ദര്യവും ഇതിന് ഈ വിശേഷണം നൽകി. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ബേക്കൽ. കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബേക്കൽ കോട്ട കേരളത്തിലെ ഏറ്റവും വലുതും മികച്ച രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നതുമായ കോട്ടയാണ്. അറബിക്കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇത് ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്ന് ഉത്ഭവിച്ച് ഏകദേശം 1465 കിലോമീറ്റർ ദൂരം ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ സി.പി. രാമസ്വാമി അയ്യർ. തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ സി.പി. രാമസ്വാമി അയ്യരായിരുന്നു 1937-ൽ സ്ഥാപിതമായ തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ. വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടായിരുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറവ് വനപ്രദേശമുള്ള സംസ്ഥാനം ഗോവ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ താരതമ്യേന ഏറ്റവും കുറഞ്ഞ വനപ്രദേശമുള്ള സംസ്ഥാനമാണ് ഗോവ. അതിന്റെ ചെറിയ ഭൂമിശാസ്ത്രപരമായ വിസ്തൃതിയും തീരപ്രദേശ സ്വഭാവവും ഇതിന് കാരണമാകുന്നു. ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്നത് ഗുരുവായൂർ. കേരളത്തിലെ തൃശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്നു. ഭക്തർക്ക് ഏറെ പ്രാധാന്യമുള്ള ഈ ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. കാക്കാരിശി നാടകത്തിന്റെ ജനയിതാവായി കണക്കാക്കപ്പെടുന്നത് ആര്? കൊല്ലക കേശവപിള്ള ആശാൻ. കേരളത്തിലെ ഒരു പ്രാചീന നാടൻ കലാരൂപമാണ് കാക്കാരിശി നാടകം. കൊല്ലക കേശവപിള്ള ആശാനെയാണ് ഈ നാടകരൂപത്തിന്റെ ജനയിതാവായി കണക്കാക്കുന്നത്. ചൈനയിൽ രാജഭരണം അവസാനിപ്പിച്ച നേതാവ് സൺ യാത് സെൻ. ആധുനിക ചൈനയുടെ പിതാവായി കണക്കാക്കപ്പെടുന്ന സൺ യാത് സെൻ 1911-ലെ ഷിൻഹായ വിപ്ലവത്തിലൂടെ ചൈനയിലെ ക്വിങ് രാജഭരണം അവസാനിപ്പിച്ചു. റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ ആദ്യ താൽക്കാലിക പ്രസിഡന്റായി അദ്ദേഹം സ്ഥാനമേറ്റു. ക്യാരറ്റ് ആദ്യമായി കൃഷി ചെയ്ത രാജ്യം അഫ്ഗാനിസ്ഥാൻ. ക്യാരറ്റ് ആദ്യമായി കൃഷി ചെയ്തത് ഇന്നത്തെ അഫ്ഗാനിസ്ഥാന്റെയും പേർഷ്യയുടെയും പ്രദേശങ്ങളിലാണ്. തുടക്കത്തിൽ ഇവയുടെ വേരുകൾക്ക് പർപ്പിൾ അല്ലെങ്കിൽ മഞ്ഞ നിറമായിരുന്നു. പിന്നീട് യൂറോപ്പിൽ ഓറഞ്ച് നിറത്തിലുള്ള ഇനങ്ങൾ വികസിപ്പിച്ചെടുത്തു. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബഹുമതി ഭാരതരത്നം. ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ഭാരതരത്നം. രാഷ്ട്രസേവനം, സാഹിത്യം, ശാസ്ത്രം, കല, പൊതുജനസേവനം തുടങ്ങിയ മേഖലകളിൽ അസാധാരണമായ സംഭാവനകൾ നൽകുന്ന വ്യക്തികൾക്ക് ഇത് നൽകപ്പെടുന്നു. രാമായണത്തിന്റെ അധ്യായങ്ങൾ അറിയപ്പെടുന്ന പേര് കാണ്ഡം. വാൽമീകി മഹർഷി രചിച്ച രാമായണത്തിലെ അധ്യായങ്ങളെ കാണ്ഡങ്ങൾ എന്നാണ് പറയുന്നത്. ബാലകാണ്ഡം, അയോധ്യകാണ്ഡം, ആരണ്യകാണ്ഡം, കിഷ്കിന്ധാകാണ്ഡം,
സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം, ഉത്തരകാന്ഡം എന്നിങ്ങനെ 7 കാണ്ഡങ്ങളാണ് രാമായണത്തിലുള്ളത്. രാജിവെക്കാൻ ഉദ്ദേശിക്കുന്ന പക്ഷം പ്രസിഡന്റ് ആർക്കാണ് രാജി കത്ത് നൽകേണ്ടത്? വൈസ് പ്രസിഡന്റിന്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രപതിക്ക് രാജി സമർപ്പിക്കണമെങ്കിൽ അത് ഉപരാഷ്ട്രപതിക്ക് രേഖാമൂലം നൽകണം. ഉപരാഷ്ട്രപതി ഇത് ലോക്സഭാ സ്പീക്കറെ അറിയിക്കും. ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം പൈനാവ്. കേരളത്തിലെ ഇടുക്കി ജില്ലയുടെ ഭരണപരമായ ആസ്ഥാനം പൈനാവാണ്. ഇത് ഹൈറേഞ്ചിലെ ഒരു പ്രധാനപ്പെട്ട പ്രദേശമാണ്. കുറ്റാന്വേഷണത്തിന് പോലീസ് ഉപയോഗിക്കുന്ന നായ സ്നിഫർ നായ. സ്നിഫർ നായകൾക്ക് വളരെ മികച്ച ഘ്രാണശക്തിയുണ്ട്. ഇത് ഉപയോഗിച്ച് സ്ഫോടക വസ്തുക്കൾ, മയക്കുമരുന്നുകൾ, കാണാതായ ആളുകൾ എന്നിവയെ കണ്ടെത്താൻ പോലീസിനെ സഹായിക്കുന്നു. ദക്ഷിണേന്ത്യ ആക്രമിച്ച ആദ്യ മുസ്ലിം ഭരണാധികാരി അലാവുദ്ദീൻ ഖിൽജി. ഡൽഹി സുൽത്താനായിരുന്ന അലാവുദ്ദീൻ ഖിൽജി ദക്ഷിണേന്ത്യയിലേക്ക് സൈന്യത്തെ അയച്ച് ആക്രമണം നടത്തിയ ആദ്യത്തെ മുസ്ലിം ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ സേനാപതിയായ മാലിക് കഫൂറാണ് ഈ ദൗത്യങ്ങൾക്ക് നേതൃത്വം നൽകിയത്. കങ്കാരു എലി സാധാരണയായി കാണപ്പെടുന്ന ഭൂഖണ്ഡം വടക്കേ അമേരിക്ക. മരുഭൂമിയിലെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട കങ്കാരു എലികൾ വടക്കേ അമേരിക്കയിലെ മരുഭൂമി പ്രദേശങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്നു. ഇവയ്ക്ക് വെള്ളം കുടിക്കാതെ ദീർഘകാലം ജീവിക്കാൻ കഴിയും. ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്നത് ശബരിമലയിലെ മകരവിളക്ക്. കേരളത്തിലെ ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിലെ മകരവിളക്ക് ഉത്സവം ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്നു. മകരസംക്രമ ദിനത്തിൽ നടക്കുന്ന ഈ ചടങ്ങിൽ ആയിരക്കണക്കിന് ഭക്തർ പങ്കുകൊള്ളുന്നു. കോശം കണ്ടുപിടിച്ചത് ആര്? റോബർട്ട് ഹുക്ക്. 1665-ൽ റോബർട്ട് ഹുക്ക് തന്റെ സ്വയം നിർമ്മിച്ച മൈക്രോസ്കോപ്പിലൂടെ കോർക്കിലെ ചെറിയ അറകൾ നിരീക്ഷിച്ച് അവയെ സെൽ അഥവാ കോശം എന്ന് വിളിച്ചു. ജീവശാസ്ത്രത്തിലെ ഒരു പ്രധാന കണ്ടെത്തലായിരുന്നു ഇത്.